ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷിനൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ റേഷൻ കുത്തിരി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കാവുന്നൊരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ 1 കപ്പ് റേഷൻ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റേഷൻ കുത്തിരി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 6 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കുത്തരിയാണ്. അപ്പോൾ അത് 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും, തലേ ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുക. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരി മാത്രം എടുത്ത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം അരി മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളിത് നേരത്തെ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞാൻ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ കറിയുടെയും ആവശ്യമില്ല. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് നേരിട്ട് കഴിക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ട് ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കുക. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അരിയും 2 കോഴിമുട്ടയും കൂടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം ഈ ഒരു പാകത്തിന് ഒന്ന് അരച്ചെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ പാകം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി വരെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയേക്കാളും നല്ലത് സാധാ ചെറിയ ഉള്ളി ആയിരിക്കുള്ളൂ, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കുള്ളൂ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പാകത്തിനുള്ള എരിവും ഉണ്ടാവും. പിന്നെ ഇതിന് വേറെ കറിയും ആവശ്യമില്ല. ഇതിങ്ങനെ ചുട്ടെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഒരു അരമുറി തേങ്ങ ചിരകിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത്. ഒരുവിധം കാര്യം നമ്മളിപ്പോൾ ഈ ഇത്രയും ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പോലെ ആക്കാതെ ഈ ഒരു പാകത്തിന് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇത് ഇതേപോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ഒരു പാകത്തിന് തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് ഇത് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒരുപാട് തിന്നായിട്ടല്ല, കാര്യം നമ്മളിതൊക്കെ ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തിന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ടാണെങ്കിലും. അപ്പോൾ ഇത് ഒരു 2 കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനൊരു സൈഡൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കുമ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിലൊക്കെ ചേർക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുത്തരിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. ചോറ് വെക്കാൻ മാത്രമല്ല, ഇതേപോലെ പലഹാരങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കുത്തരി കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.